ഹിന്ദു ഐക്യവേദിയെ ഈ രൂപത്തിലുള്ള സംഘടനാ സംഘവുമായി മാറ്റിയെടുക്കാൻ പ്രവർത്തിച്ച നിരവധി പ്രവർത്തകന്മാർ അവരുടെ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് ഹിന്ദു ഐക്യവേദി എന്ന പ്രസ്ഥാനം. കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന്റെ ആത്മവീര്യമായി മാറിയ പ്രസ്ഥാനം, ആത്മഗൗരവമായ ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന്റെ പരിപൂർണ പിന്തുണ നമുക്ക് ലഭിച്ചു. ഇനി ഒരാൾക്കും ഹിന്ദു ഐക്യവേദിയെ കേരളത്തിന്റെ മണ്ണിൽ എഴുതിത്തള്ളാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ കേരളത്തിന്റെ മണ്ണിന് സാക്ഷ്യം വഹിച്ച കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോയ കാലഘട്ടം. ആവേശത്തോടെ കടന്നു വന്ന എമ്പുരാനിപ്പോ ഇവിടെ കേരളത്തിലെ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലെയും ഹൈന്ദവ സമൂഹത്തെ അപഹരിച്ച് ആക്ഷേപിച്ച് ഹൈന്ദവരെ അക്രമികളും കൊള്ളക്കാരും കൊലയാളികളുമാക്കി ചിത്രീകരിച്ച് ഒരു സിനിമയെടുത്ത് ഇവിടെ അങ്ങ് നടത്തിക്കൊണ്ടു പോകാം എന്ന് വിചാരിച്ച് കടന്നു വന്നവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. നാം ആരും ആവശ്യപ്പെട്ടില്ല സിനിമ പിൻവലിക്കണമെന്ന്, നാം ആരും ആവശ്യപ്പെട്ടില്ല ഈ സിനിമ സെൻസർ ചെയ്യണമെന്ന്, നാം ആരും ആവശ്യപ്പെട്ടില്ല സിനിമയിൽ നിരോധിക്കണമെന്ന്. പക്ഷേ ഹിന്ദു സമൂഹം കേരളത്തിന്റെ മണ്ണിൽ ഹിന്ദു സമൂഹത്തിന്റെ ആ പ്രതിഷേധം തെരുവിൽ കണ്ടില്ല. പക്ഷേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നപ്പോൾ തന്നെ ആ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിലുണ്ടായി. എന്ന് വെച്ചാൽ ഇനി ആർക്കും കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ആർക്കും അത് സാധ്യമല്ല. നമ്മൾ കാണുന്നു ഈ ഒരു ഐക്യം, ഈ ഒരു ഹിന്ദു സമാജത്തിന്റെ മുന്നേറ്റത്തെ ഏതൊക്കെ തലത്തിൽ തകർക്കാം, ഏതൊക്കെ തലത്തിൽ ഇല്ലാതാക്കാം എന്ന് ശ്രമിക്കുന്ന ശക്തികൾ പല വിധത്തിലാണ് ശ്രമിക്കുന്നത്. ഹിന്ദുക്കളെ എങ്ങനെ വിഘടിപ്പിക്കാം, ഹിന്ദു സമാജം